ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 13. കേരളത്തിൽ PM-ശ്രീ സ്കൂൾ പദ്ധതിയുടെ നടത്തിപ്പ് നിർത്തിവെച്ചതായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. CPI ഈ പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതാണ് ഈ തീരുമാനത്തിന് കാരണം. പദ്ധതിക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചില ഭാഗങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് CPIയുടെ പ്രധാന വിമർശനം. ഈ സാഹചര്യത്തിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കാനും വിലയിരുത്താനുമായി മന്ത്രിസഭ ഉപസമിതിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഡോക്ടർമാരുടെ പണിമുടക്ക്. മെഡിക്കൽ കോളേജുകളിലെ OP മുടങ്ങും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് പണിമുടക്കും. പണിമുടക്കിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകളിലെ OP സേവനങ്ങൾ പൂർണ്ണമായും മുടങ്ങും. എന്നാൽ അത്യാവശ്യ വിഭാഗങ്ങളായ എമർജൻസി, ICU സേവനങ്ങൾ തടസ്സപ്പെടില്ല. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്ന് അപകടം. ആലപ്പുഴയിൽ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്നതിനിടെ എരമല്ലൂർ തെക്കുഭാഗത്ത് ഗർഡറുകൾ നിലം പതിച്ച് ഒരാൾ മരിച്ചു. ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ജാക്കിയിൽ നിന്ന് തെന്നി മാറിയതാണ് അപകടമുണ്ടായത്. ഈ സമയം അതുവഴി പോയ പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് കോൺക്രീറ്റ് ഗർഡർ പതിച്ചത്. പിക്കപ്പ് വാൻ ഡ്രൈവറാണ് ദാരുണമായി മരിച്ചത്. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചു. 4 ജില്ലകളിൽ ജലവിതരണത്തെ ബാധിക്കാൻ സാധ്യത. അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കിയിലെ മൂലമറ്റം വൈദ്യുതി നിലയം 1 മാസത്തേക്ക് അടച്ചു. ഇത് 4 ജില്ലകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജലവിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് കുറയുന്നതിനാൽ കോട്ടയം, എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടേക്കാം. കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമായി. സീപോർട്ട് എയർപോർട്ട് റോഡിലെ പ്രധാന ഭാഗമായ HMT ജംഗ്ഷൻ തോറപ്പ് റോഡ് നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 17.68 കോടി അനുവദിച്ചു. റോഡിന്റെ പൂർണ്ണമായ നവീകരണം, പൈപ്പുകളും കേബിളുകളും മാറ്റി സ്ഥാപിക്കൽ, അതിർത്തി ഭിത്തി നിർമ്മാണം, നാഷണൽ അക്കാദമി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള ഭൂമി ഏറ്റെടുക്കൽ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഈ നവീകരണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രവാഹം ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് കേരളത്തിലെ പ്രധാന പാഴ്സൽ ഹബ്ബുകളുടെ നിലവാരം കുറച്ചത് ആശങ്കയുണ്ടാക്കുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം പാഴ്സൽ ഹബിന്റെ നിലവാരം L1 നിന്ന് L2 ആയി തരം താഴ്ത്തി. തൃശൂർ, കോഴിക്കോട് ഹബ്ബുകളിലും സമാനമായ മാറ്റങ്ങൾ വരുത്താനും കണ്ണൂർ, തിരുവല്ല ഹബ്ബുകൾ അടച്ചുപൂട്ടാനും പദ്ധതിയുണ്ട്. മാറ്റങ്ങൾ കാരണം ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള പാഴ്സലുകൾ ഇനി കൊച്ചി വഴിയോ കോയമ്പത്തൂർ വഴിയോ ആകും റൂട്ട് ചെയ്യുക. ഇത് പാഴ്സലുകൾ ഉപഭോക്താക്കളിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ തീരുമാനം സേവന നിലവാരത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പോസ്റ്റൽ യൂണിയനുകൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റ്, ഒറ്റപ്പെട്ട കനത്ത മഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരദേശത്തും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ള താമസക്കാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ നിക്ഷേപക സൗഹൃദ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാനിലെ ലക്ഷ്യങ്ങൾ കേരളം 99.3% പൂർത്തിയാക്കിയതായി വ്യവസായ മന്ത്രി P. രാജീവ് അറിയിച്ചു. ഈ മികച്ച പ്രകടനം സംസ്ഥാനത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. ഏതാണ്ട് പൂർണ്ണമായ ഈ ലക്ഷ്യപ്രാപ്തി വിവിധ പ്രധാന മേഖലകളിലേക്കുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടനത്തെ ഔദ്യോഗികമായി ഭീകരാക്രമണമായി പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാഷ്ട്രവിരുദ്ധ ശക്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഭീകര പ്രവർത്തനമാണ് ഇതെന്ന് സർക്കാർ വ്യക്തമാക്കി. ഈ സംഭവത്തിന്റെ അന്വേഷണം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരിക്കുകയാണ്.
ഭീകരവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരമായിരിക്കും NIA കേസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബംഗ്ലാദേശ് ഓപ്പറേറ്റീവുകളുടെ പങ്കാളിത്തം സംശയിക്കപ്പെടുന്ന ഭീകര ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ നടത്തി. പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന റെയ്ഡുകൾ നടന്നതെങ്കിലും ത്രിപുര, മേഘാലയ, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഏകോപിപ്പിച്ച തിരച്ചിൽ നടന്നു. ഭീകരബന്ധം സംശയിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് NIAയുടെ ഈ വൻ ഓപ്പറേഷൻ നടന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്ത തുടരും. സൈനിങ് ഓഫ്.